ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പറഞ്ഞ ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ വീഡിയോ ആയിട്ടോ. ഇത് കുറച്ച് ലെങ്ത് ഉണ്ടാവും, ഞാൻ സ്പീഡിലായി കാണിക്കുകയാണ്. ഇപ്പോൾ ഇതായിട്ടൊക്കെ നമ്മൾ റൂട്ടർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. റൂട്ടർ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അത് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടല്ല, ഫുൾ വലിയ ഷീറ്റ് റൂട്ടർ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ കുറേ സ്പീഡായി കാണിക്കുകയാണ്. ഇത് പഠിക്കേണ്ട ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇടയിലിടയിൽ ഇങ്ങനെ കണ്ട് അങ്ങനെ പഠിക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ ഡ്രസ്സിങ് ടേബിളിൻ്റെ ആണ്. അപ്പം നമ്മളെ കടയിൽ വർക്ക് നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ വന്ന് നോക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് വുഡ് ആൻഡ് വൈറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റിലാണ് നമ്മൾ ഡോറ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ സ്ക്രൂ ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ചെറിയ പാനലിംഗ് ഉണ്ട്, കണ്ണാടി അവിടെ നിലവിൽ കണ്ണാടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ ആ കണ്ണാടി വെക്കണം. അപ്പോൾ അങ്ങനെ ബാക്കിൽ നമ്മൾ ചാനലൊക്കെ വെച്ചിട്ടുണ്ട്. സ്ലൈഡർ പറഞ്ഞ റോൾ വെല്ലിൻ്റെ നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള സാധനം തന്നെ വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് വീതി കൂടുതലായതുകൊണ്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങളും വേണം, എപ്പോഴും യൂസ് ചെയ്യണമല്ലേ. അപ്പോൾ അങ്ങനെ ഡ്രോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലോക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4:1 ഫ്രെയിം ആട്ടോ നമ്മൾ ഡ്രോ സെക്ഷനായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ നല്ല സെറ്റ് ഉറപ്പായി കൊടുത്തേക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സൈറ്റിൽ പോയി അങ്ങനെ സൈറ്റിൽ വെച്ച് കണ്ട് ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇത് വെക്കാൻ കരുതിയിരുന്നത്. അപ്പോൾ സ്ക്രൂ ചെയ്ത് കണ്ട് ഫിറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ്. അവിടുന്ന് സെറ്റായി വന്നുകൊണ്ട് ഇവിടെ സ്ക്രൂ ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ സ്ലൈഡറേക്ക് അടച്ചു വെച്ചാൽ സ്ലൈഡർ ഇട്ടിട്ട് ഡ്രോ അടച്ചു വെച്ചാൽ സെറ്റായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ ഷീറ്റിൻ്റെ അവിടെ ചെറിയ ക്യാപ്പ് ഉണ്ടാകും. നമ്മൾ സിലിക്കോണൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ അടിയിൽ കൂടി ചെറിയ ചെറിയ സാധനങ്ങൾ ചാടി കഴിഞ്ഞാൽ നമ്മൾ പോന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാക്കണം. അപ്പോൾ ഇനി ഇവിടെ നേരെ നമ്മളൊരു പാനലിങ് ചെയ്തുകൊണ്ട് WPC കേട്ടോ പാനലിങ് ചെയ്തുകൊണ്ട് അവിടെ മിറർ വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് ഫിനിഷിംഗ് ആവും. അപ്പോൾ പാനലിങ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. കാരണം ഇടയിൽ അത് കണ്ണാടി ബാക്കിൽ വരുന്നത് കൊണ്ട് ഇടയിൽ സ്ക്രൂ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്ലെയിൻ ചുമരുമേ ചെയ്യുന്ന വെച്ചാൽ കണ്ണാടി ഒന്നുമില്ല ചെയ്യുന്ന വെച്ചാൽ ക്ലിപ്പ് ഇട്ട് കണ്ട് ചെയ്യണം കേട്ടോ. അതാണ് നമ്മൾ റൂം വരുന്നത്. പ്ലൈവുഡിലാണ് ഇവിടെ അലമാരൊക്കെ ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ സിലിക്കോൺ ഇടുന്ന ഗ്യാപ്പിൽ അല്ലെങ്കിൽ പടപട സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സൈഡിൽ സിലിക്കോൺ അവിടെ സ്ക്രൂ ചെയ്തില്ല, സൈഡിൽ സിലിക്കോൺ ആണ് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവും. നമ്മളെ പാനലിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് കണ്ണാടി ഫിറ്റ് ചെയ്യാൻ പരിപാടിയിലാണ് ഗൈസ്. അപ്പോൾ അതിനെ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന കണ്ണാടിയായിരുന്നു. ഇപ്പോൾ 4 ഹോൾസ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ സ്ക്രൂ ചെയ്യണത്. അപ്പോൾ മിറർ ക്യാപ്പൊക്കെ ഇട്ടുകൊണ്ട് സെറ്റായി വെക്കുകയാണ്. ഞാൻ ഡ്രില്ലായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടാണ്ട് നിങ്ങൾ അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യരുത്. കാരണം അത് പാകത്തിന് ചെയ്ത് കണ്ട് പിന്നെ നമ്മൾ സ്ക്രൂ ഡ്രൈവറായിട്ട് ടൈറ്റ് ചെയ്യാക്കാരം ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊന്നും അങ്ങനെ ഡയറക്റ്റ് ഡ്രില്ലായിട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണാടിയൊക്കെ പൊട്ടിയാണ്ട് കയ്യിൽ പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫിനിഷിംഗ് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. വർക്ക് പഠിക്കേണ്ട ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു. അതുപോലെ വർക്ക് ചെയ്യേണ്ട ആളുകൾക്ക് അത് കണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മൾ റൂട്ടർ ചെയ്ത് കാണാൻ ചെയ്തിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഈ അടിച്ച കാര്യങ്ങളൊക്കെ